ടിഗ്വാൻ ഓൾ സ്പേസിൻ്റെ റിവ്യൂ ആണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. ടിഗ്വാൻ ഓൾ സ്പേസിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. വെഹിക്കിളിൻ്റെ സൈസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒരു എസ്കോർട്ട് ക്രെയിനിൻ്റെ അടുത്തുകൊണ്ട് നിർത്തിയിട്ടുള്ളത്. കണ്ടില്ലേ, അത്യാവശ്യം വലിയൊരു വെഹിക്കിളാണ്, സ്പേഷ്യസ് ആയിട്ടുള്ള വെഹിക്കിളാണ്. ടിഗ്വാൻ ഓൾ സ്പേസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂയിലോട്ട് കിടക്കാം. വെൽക്കം ടു പിക് സ്റ്റോപ്പ്. റിവ്യൂയിലോട്ട് കിടക്കുന്നതിന് വേണ്ടി നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജസ് കൂടെ ഫോളോ ചെയ്യുക. സോ നമുക്ക് ടിഗ്വാൻ ഓൾ സ്പേസിലോട്ട് കിടക്കാം. സോ ടിഗ്വാൻ ഓൾ സ്പേസിൻ്റെ ഡിസൈൻ നമുക്കൊന്ന് കണ്ടു തുടങ്ങാം. ഡിസൈൻ നോക്കുമ്പോൾ തന്നെ ടിഗ്വാനേക്കാളും സൈസ് കുറച്ച് കൂടുതലാണ് ടിഗ്വാൻ ഓൾ സ്പേസ് എന്ന് പറയുന്നത്. ടിഗ്വാൻ ഓൾ സ്പേസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വെഹിക്കിൾ കാണാൻ ഭയങ്കര അട്രാക്റ്റീവായിട്ടുണ്ട്. നിങ്ങളും അത് സമ്മതിക്കും എന്ന് വിചാരിക്കുന്നു. സോ ഫസ്റ്റ് ക്വിക്ക്ലി നമുക്കിങ്ങനെ പോവാം. സോ നോക്കുകയാണെങ്കിൽ ആക്ച്വലി വെഹിക്കിളിൻ്റെ ലെങ്ത്ത് കൂടുതലാണ് ടിഗ്വാനേക്കാളും. സോ ടിഗ്വാൻ ഓൾ സ്പേസ് എന്ന് പറയുന്നത് ബേസിക്കലി ടിഗ്വാൻ്റെ ഒരു 7 സീറ്റർ വേരിയൻ്റ് ആണ്. സോ ഫ്രണ്ട് വ്യൂ നിന്ന് നമുക്ക് തുടങ്ങാം. ഫ്രണ്ട് വ്യൂ നിന്ന് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പെയിൻറ്റ് ജോബ് തന്നെയാണ്. ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ്, അതുപോലെ തന്നെ ടിഗ്വാൻ ഓൾ സ്പേസിൽ വരുന്ന വേറെ ഷെയ്ഡ്സും ഭയങ്കര അട്രാക്റ്റീവും ഭയങ്കര പ്രീമിയം ആയിട്ടുള്ളതാണ്. സോ ഫസ്റ്റ് തിങ്, ഇതിൻ്റെ ഒരു പ്രീമിയംനെസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു SUV ആണ്. വലിയൊരു SUV എന്ന് മാത്രമല്ല, ഭയങ്കര പ്രീമിയമായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ടിനേക്കാളും ഭയങ്കര പ്രീമിയംനെസ് തോന്നിക്കുന്നുണ്ട് ടിഗ്വാൻ ഓൾ സ്പേസ്. ഏത് ഷെയ്ഡിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും ഓക്കെ, അത് വലിയൊരു ഫാക്ടറാണ്. കാരണം നമുക്ക് ആ ഒരു പ്രീമിയംനെസ് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഫോക്സ് വാഗൻ ചെറിയ ചെറിയ എലമെൻറ്റ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് തിങ്, ഇതിൻ്റെ LED ഹെഡ് ലാംപ്സ് കണ്ടില്ലേ? LED ഹെഡ് ലാംപ്സ് ഇവിടെ ക്രിസ്റ്റൽ പോലെയുള്ള DRLs വരുന്നുണ്ട്. അത് റോഡ് പ്രസൻസ് ഭയങ്കരമായിരിക്കും ദൂരം നിന്നൊക്കെ കാണുമ്പോൾ. അതേപോലെ നമുക്കിവിടെ ഒരു ക്രോമിലാണ് ഈ ഒരു ഗ്രില്ല് വരുന്നത്. ഫോക്സ് വാഗൻ്റെ വലിയൊരു ലോഗോവും ക്രോം ഗ്രില്ലും ആയിട്ടാണ് വരുന്നത്. താഴത്തെ ഭാഗത്ത് നമ്മൾ പോളോയിൽ കാണുന്നത് പോലെ ഹണികോം ഗ്രില്ലും അതേപോലെ ഒരു ക്രോം ലൈനിങ്ങും വരുന്നുണ്ട്. ഇതാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഫ്രണ്ട് എൻഡ് അത്യാവശ്യം ബൾക്കി ആയിട്ട് ഹെവി ആയിട്ടുള്ള ഫ്രണ്ട് എൻഡാണ്. അതുപോലെ തന്നെ വളരെ അട്രാക്റ്റീവാണ്. പ്രത്യേകിച്ച് ഈ ഒരു LED DRLും LED ഹെഡ് ലാമ്പ് എലമെൻറ്റും കാണാൻ കുറച്ച് അട്രാക്റ്റീവായിട്ടുണ്ട്. അതേപോലെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു 4 മോഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജുണ്ട്. 4 മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഓൾ വീൽ ഡ്രൈവാണ് വരുന്നത് ടിഗ്വാൻ ഓൾ സ്പേസ് എന്ന് പറയുന്നത്. അതുപോലെ അത്യാവശ്യം വലിയ വെഹിക്കിളുടെ സൈസിന് മാച്ചിങ് ആവുന്ന രീതിക്കുള്ള ഒരു അലോയ് വീൽസാണ് വരുന്നത്. എക്സാക്റ്റ് സൈസ് എന്ന് പറയുന്നത് 18 ഇഞ്ച് അലോയ് വീൽസാണ്. അലോയ് വീൽസ് വെഹിക്കിളുടെ ഒരു സൈസിന് പ്രൊപ്പോർഷനായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം പ്രൊപ്പോർഷനായിട്ടായിട്ട് വരുമ്പോൾ, കാരണം ഇത്രയും വലിയ SUV ആകുമ്പോൾ ടയർ സൈസ് കുറച്ച് കഴിഞ്ഞാൽ കാണാൻ അത്ര നന്നായിരിക്കില്ല. അതുപോലെ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് കേട്ടോ ചുറ്റും. ഫ്രണ്ടിൽ ദേ ഇവിടെ ബമ്പറിൻ്റെ സൈഡിലായിട്ട് സൈഡ് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. അതുപോലെ കുറച്ച് പ്രീമിയംനെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ക്രോം ലൈനിങ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഡോറിൻ്റെ ഈ ഭാഗത്തും ക്രോം ലൈനിങ് വരുന്നുണ്ട്, ഇവിടെയും ക്രോം ലൈനിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ്, സൈഡ് മിറേഴ്സിൽ ഇൻ്റഗ്രേഷൻ, അത് നീറ്റായിട്ടുണ്ട് കാണാനായിട്ട്. അത്യാവശ്യം വലിയ സൈഡ് മിറേഴ്സാണ്. പിന്നെ ഉള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സൈഡ് വിൻഡോസാണ്. കണ്ടില്ലേ എത്ര വലുതാണെന്ന് കണ്ടില്ലേ? അതായത് വെഹിക്കിളുടെ സൈസിനേക്കാളും ഉള്ളിൽ ഒരുപാട് റൂമിനെസ് തോന്നും. അതായത് ഇത്രയും എന്താ പറയുക, വെളിച്ചം ഉള്ളിലോട്ട് കയറി വരും. ഇത്രയും വലിയ സൈഡ് വിൻഡോസാണ്. ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിലും ശരി, സെക്കൻഡ് റോയിൽ കുറച്ചുകൂടെ വലിയ സൈഡ് വിൻഡോസാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഇവിടെ ഈ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. എനിക്ക് ഇത് മാത്രമാണ് മനസ്സിലാവാത്തത്, എന്താണ് ഇത് വർക്ക് ചെയ്യാത്തതെന്നുള്ളത്. കാരണം വെഹിക്കിൾ ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. വെഹിക്കിള് ഞാനിപ്പോൾ ലോക്ക് ചെയ്യുകയാണെന്ന് വെച്ചോളൂ, ലോക്കാവും. പക്ഷേ അൺലോക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഇത് വർക്കാവുന്നുള്ളൂ. അതായത് കീലെസ് എൻട്രി വർക്കാവുന്നുള്ളൂ. ലോക്ക് ചെയ്യുമ്പോൾ കീലെസ് എൻട്രി വർക്കാവുന്നില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഫോക്സ് വാഗൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കണം. സോ അതുപോലെ തന്നെ തേർഡ് ക്വാർട്ടറിൽ വരുന്ന ഗ്ലാസ്സിലും അത്യാവശ്യം വലിയൊരു ഗ്ലാസ്സാണ്. നല്ല സ്പേസ് ഉണ്ട്. ബാക്കിലും നമുക്ക് സെയിം ടൈപ്പ് അലോയ് വീൽസാണ് വരുന്നത്. അലോയ് വീൽസ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇതിനൊരു മാച്ചിങ് ആണ്. അലോയ് വീൽസിന് ചുറ്റും നമുക്കൊരു ബ്ലാക്ക് ക്ലാഡിങ് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് പ്രൊഫൈലാണ് കുറച്ചുകൂടെ വലുതായിട്ട്, ടിഗ്വാനേക്കാളും വലുതായിട്ട് നമുക്ക് കണ്ടാൽ തന്നെ തോന്നുന്ന ഒരു കാര്യം. അതുപോലെ ബാക്ക് പ്രൊഫൈലിലോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് റൂഫ് റെയിൽസ് വരുന്നുണ്ട്. ക്രോം റൂഫ് റെയിൽസും വലിയൊരു സൺറൂഫും വരുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിന സെപ്പറേറ്റ് ആയിട്ട് ഒരു ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ഓക്കെ, സോ പുറകിൽ വലിയൊരു വൈപ്പർ
അതുപോലെ തന്നെ ഈ ഒരു ബാക്ക് എൻഡ് കണ്ടില്ലേ, ബാക്ക് എൻഡ് കുറച്ച് ഡിഫറെൻ്റ് ആണ് കാണാനായിട്ട്, നീറ്റായിട്ടുണ്ട് കാണാൻ. നമുക്ക് ഇവിടെ ഒരു 4Motion എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ Volkswagen ലോഗോ, ടിഗ്വാൻ ഓൾ സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതും. അതുപോലെ ഇവിടെ നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് ബമ്പറിൽ. അതുപോലെ തന്നെ ഡുവൽ എക്സോസ്റ്റ് സെറ്റപ്പാണ്. അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊന്ന് നോക്കാം. ഓക്കെ, ഡുവൽ എക്സോസ്റ്റ് വരുന്നുണ്ട്. 2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്, പെട്രോൾ എഞ്ചിൻ. അതിൽ ഡുവൽ എക്സോസ്റ്റ് വരുന്നുണ്ട്. സോ നമുക്ക് ബൂട്ട് ഒന്ന് തുറന്ന് നോക്കാം. വാവ്, ബൂട്ട് തുറന്ന് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 3rd റോ അല്ലേ? ഓക്കെ, 3rd റോ 3 റോയും മുകളിലോട്ട് വെച്ചിട്ട് പോലും നമുക്ക് നല്ല സ്പേസ് വരുന്നുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്. 3 റോ ഫോൾഡ് ചെയ്യാതെ മുകളിലോട്ട് വെച്ചിട്ട് പോലും അടിപൊളി സ്പേസ് വരുന്നുണ്ട്. നമുക്കിത് ഓക്കെ, ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് തോന്നുന്നു. ഓക്കെ, സോ ഉള്ളിലത്തെ സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻറ്റീരിയർ കാണിക്കുമ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ബൂട്ട് വരുന്നത് കേട്ടോ, ഇങ്ങനെയാണ് ബൂട്ട് വരുന്നത്. ഒരു കാര്യം ഞാൻ കണ്ടുപിടിച്ചു. ഇപ്പോൾ ബൂട്ടിൽ നിങ്ങൾക്ക് ബൂട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 3rd റോ ഫോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഇത് മതി. 3rd റോ ഫോൾഡ് ചെയ്യാനും അതുപോലെ തന്നെ മുകളിലോട്ട് വയ്ക്കാനും. പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് 2nd റോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഈ ലിവർ കണ്ടില്ലേ, ഈ ലിവർ ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ 2nd റോ ഫോൾഡ് ആവും. ഇപ്പോൾ അവിടെ കുറച്ച് ഐറ്റംസ് ഉള്ളതുകൊണ്ടാണ് അത് കംപ്ലീറ്റ് ആയിട്ട് ഫോൾഡ് ആവാത്തത്. ഇത് വളരെ യൂസ്ഫുൾ ആണ്, കാരണം ഇവിടെ നിന്ന് തന്നെ നമുക്ക് 2nd റോ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ 2nd റോ തിരിച്ച് മുകളിലോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുവഴി തന്നെ പോകണം. സോ ഇത് കുറച്ച് യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സെറ്റപ്പാണ് ടിഗ്വാൻ ഓൾ സ്പേസിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് മുകളിൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു പോർഷൻ കവർ ചെയ്ത് വെക്കാനായിട്ടുള്ളൊരു ഫ്ലാപ്പും കാര്യങ്ങളും അവൈലബിൾ ആണ്. ഓക്കെ, സോ നമുക്ക് ബൂട്ട് ക്ലോസ് ചെയ്യാം. ബൂട്ട് നമുക്ക് ഇലക്ട്രോണിക്കലി ഓപ്പണും ഇലക്ട്രോണിക്കലി ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ബൂട്ടുമാണ്. സോ ഇതിൻ്റെ എൻജിൻ ബേ ഒന്ന് കാണിച്ചു തരാം. എൻജിൻ ബേയിൽ നമുക്ക് വരുന്ന നീറ്റായിട്ടുള്ളൊരു ലേ ഔട്ടാണ്. ഒരു TSI ബാഡ്ജിങ് വരുന്നുണ്ട്, Volkswagen TSI ബാഡ്ജിങ്. അത്യാവശ്യം സ്പേസ് ഒക്കെ, അതായത് ഹീറ്റ് ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഹീറ്റ് ഇൻസുലേഷൻ പാഡ് വരുന്നുണ്ട്. TSI എഞ്ചിൻ 2 ലിറ്റർ TSI എഞ്ചിനാണ് വരുന്നത്. ഓക്കെ, സോ എഞ്ചിൻ ബേ നീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ അത് ഹൈഡ്രോളിക് ലിഫ്റ്റാണ് വരുന്നത് എഞ്ചിൻ ബേക്ക്. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും. സോ നമുക്ക് ടിഗ്വാൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണാം. ഓക്കെ, സോ ടിഗ്വാൻ ഓൾ സ്പേസിൻ്റെ ഇൻറ്റീരിയറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫസ്റ്റ് വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, സോ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് വന്നു. ഫസ്റ്റ് ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സ്പേസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത്യാവശ്യം വൈഡ് ആയിട്ടുള്ളൊരു കാറായത് കാരണം നല്ല സ്പേസ് ഫീൽ ചെയ്യാൻ പറ്റും. അതാണ് വലിയൊരു ഹൈലൈറ്റ്. അതുപോലെ തന്നെ ഇവിടെ സ്പീഡോമീറ്റർ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. ടിഗ്വാനിൽ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അല്ല, അനലോഗായി വരുന്നത്. ടിഗ്വാൻ ഓൾ സ്പേസിലാണ് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത്. ലെഫ്റ്റ് സൈഡ് RPM, റൈറ്റ് സൈഡ് സ്പീഡ്, ഫ്യൂൽ ഗേജ്. അതുപോലെ തന്നെ പാസഞ്ചേഴ്സ് കണ്ടില്ലേ, എത്ര ആളാണ് ഉള്ളതെന്ന് ഇവിടെ കാണിക്കും. അപ്പോൾ സീറ്റ് ബെൽറ്റ് ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണിക്കും. അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ സ്റ്റിയറിങ് ഫസ്റ്റ് ടച്ച് ആൻഡ് ഫീലിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇത് സ്റ്റിയറിങ് വെഹിക്കിളിൻ്റെ സൈസുമായിട്ട് മാച്ച് ആവുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. സ്റ്റിയറിങ് കുറച്ചുകൂടെ തിക്ക് ആവണമായിരുന്നു, കുറച്ച് ഈ വെഹിക്കിളിൻ്റെ സൈസിന് പ്രൊപ്പോർഷനേറ്റ് ആവണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അതുപോലെ തന്നെ ഡാഷ് ബോർഡിൻ്റെ ലേ ഔട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഓൾ ബ്ലാക്ക് ആണ് എന്ന് മാത്രം. ഓൾ ബ്ലാക്ക് ആണെങ്കിലും നീറ്റ് ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഓൾ ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം, മെയിൻറ്റെനൻസിൽ ഒരു പ്രശ്നമില്ല. അതുപോലെ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ഓക്കെ എല്ലാ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സും വരുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ആൻഡ് ഫസ്റ്റ് ഇതിൻ്റെ ഡോർ പാഡ് ഞാനൊന്ന് കാണിച്ചു തന്നോട്ടെ. ഡോർ പാഡ് കാണിച്ചു തരുന്നതിന് മുമ്പ് ഇവിടെയാണ് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് വരുന്നത്, ഓട്ടോ ഹെഡ് ലാമ്പ്. ഡോർ പാഡിൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളൊരു സ്വിച്ച് വരുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. ബെസ്റ്റ് തിങ് എന്താണെന്നറിയോ, ഡോർ ക്ലോസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു അഷുറൻസ് തോന്നുന്നുണ്ട്. അതായത് വെഹിക്കിളിൻ്റെ ബോഡി ഭയങ്കര സ്ട്രോങ് ബിൽറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻറ്റീരിയറിലോട്ട് കിടക്കാം. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. നാവിഗേഷൻ ഡാറ്റാബേസ് നോട്ട് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. മെനുവിൽ പോവാം എന്തൊക്കെയാണ് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് റേഡിയോ, മീഡിയ, കാർ നെറ്റ്,
You are using an online service for the first time. Certain settings need to be applied. Okay. Would you like to start the online configuration wizard? Okay, start. കാർ സ്റ്റിക്കർ. ഓക്കെ, കാറിൽ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു USB നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു മറ്റേ ഹോട്ട്സ്പോട്ട് വെച്ചിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാറിൻ്റെ ഉള്ളിൽ വൈഫൈ ഓപ്ഷൻ വരാൻ പറ്റും. അതാണ് ഈ കാർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നാവിഗേഷൻ, വെഹിക്കിളിൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്, ട്രാഫിക് ഓപ്ഷൻസ്, അതുപോലെ തന്നെ എയർ കണ്ടീഷനിങ്, ഇമേജസ് എന്താ സംഭവം, ഇമേജ് ഫയൽസ്. ഓക്കെ, ഇമേജ് ഫയൽസ് വ്യൂ ചെയ്യാനാണ്. ഇതൊക്കെയാണ് മെയിനായിട്ട് സ്ക്രീനിൽ വരുന്നത്. സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നെസ് ഒരു പൊടിക്ക് കൂടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ കണ്ടില്ലേ, വെയിലടിക്കുന്ന സമയത്ത് സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നെസ് അത്ര ബെറ്ററായിട്ട് കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ സീറ്റ് ഹീറ്റേഴ്സ് അവൈലബിൾ ആണ്, കണ്ടില്ലേ. ഓക്കെ, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോയെന്ന് ഞാൻ നോക്കുകയാണ്. ഇപ്പോൾ പെട്ടെന്ന് അറിയുന്നില്ല, കുറച്ച് നേരത്തിൽ നമുക്ക് അറിയാൻ പറ്റും. AC കൺട്രോൾസ് ഒക്കെ ഇവിടെയാണ് വരുന്നത്. നീറ്റായിട്ട് ഈ കൺട്രോൾസ് ഒക്കെ ലേ ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കൺട്രോൾസ് യൂസ് ചെയ്യാനായിട്ട് നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗിയർ നോബിന് ചുറ്റും നമുക്ക് പാർക്ക് അസിസ്റ്റ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ടേൺ ഓൺ ടേൺ ഓഫ്, പാർക്കിംഗ് സെൻസേഴ്സ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ. അതുപോലെ തന്നെ ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. ഡ്രൈവ് മോഡ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഡ്രൈവ് മോഡിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഈക്കോ, നോർമൽ, സ്പോർട്ട്, ഇൻഡിവിജ്വൽ, നമുക്ക് ഓഫ് റോഡ് മോഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓഫ് റോഡ് ഇൻഡിവിജ്വൽ സെലക്ഷൻ, ഓഫ് റോഡ് ഇൻഡിവിജ്വൽ സെലക്ഷൻ, ഈക്കോ, അതിൽ തന്നെ സ്നോ ഡ്രൈവ് മോഡിലും ഇതിലൊക്കെ വരുമ്പോൾ ചെറിയ രീതിക്കുള്ള വ്യത്യാസങ്ങൾ വെഹിക്കിളുടെ ത്രോട്ടിലും അതുപോലെ തന്നെ ട്രാക്ഷനിലും വരും എന്നാണ് ഉള്ള എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ വലിയ രീതിക്കൊന്നും ഞാൻ പറഞ്ഞില്ല, ഓഫ് റോഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ അല്ല. സോ അതുകൊണ്ട് ഓക്കെ, ഇപ്പോൾ സീറ്റ് ചെറുതായിട്ട് ചൂടാവുന്നുണ്ട്. ഞാനിതൊന്ന് ഓഫ് ചെയ്തോട്ടെ. ഓൾറെഡി ചൂടാണ് ഇവിടെ. നമ്മൾ പോളോയിൽ കണ്ട രീതിക്കുള്ള ഒരു ഗിയർ ലിവറാണ് വരുന്നത്. 4 മോഷൻ ബാഡ്ജിങ് വരുന്നുണ്ട്. ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. പക്ഷേ ഡ്രൈവ് മോഡ്സ് ഞാൻ പറഞ്ഞില്ല, അത്രത്തോളം യൂസ്ഫുൾ അല്ല. സ്പോർട്ടിലിടുമ്പോൾ ചെറിയ രീതിക്ക് സ്റ്റിയറിങ് വെയിറ്റ് കൂടുന്നത് പോലെ തോന്നുന്നുണ്ട്. അത് ഞാൻ ഡ്രൈവിംഗ് ഇംപ്രഷൻസിൽ ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെയാണ്. ഓക്കെ, ഫ്രണ്ട് ഡാഷ്ബോർഡിൻ്റെ ലേഔട്ട് കണ്ടില്ലേ, നീറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. നല്ല എന്താ പറയുക, തിക്കായിട്ടുള്ള ഒരു കാർപ്പറ്റ് പോലെയുള്ള ഒരു കവറേജ് ഒക്കെ ആയിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ AC വെൻസ്. ഇവിടെ ഒരു പിയാനോ മെഷ് ഫിനിഷാണ് വരുന്നത്. ഒരു പിയാനോ ബ്ലാക്കിൽ ഒരു മെഷ് ഡിസൈനുള്ള ഒരു ഫിനിഷിങ്ങാണ് വരുന്നത്. ഡാഷ്ബോർഡിലാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത്. ഡാഷ്ബോർഡിൽ കുറേ കാലമായിട്ട് ഒരു കാറിൽ ഞാൻ CD പ്ലെയറുടെ ഓപ്ഷൻസ് കണ്ടു. ഇത്രയും ദിവസമായിട്ട് ഒരു വണ്ടിയിലും അധികം കാണാത്തൊരു സംഭവമാണ് CD പ്ലെയർ ഓപ്ഷൻ. അതുപോലെ തന്നെ SD കാർഡ് 1, SD കാർഡ് 2. അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ചിപ്പ് ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്കല്ല, അത് സർവീസിന് പോകുമ്പോൾ ഉള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അത്യാവശ്യം വലിയൊരു ഗ്ലൗ ബോക്സ് ആണ് വരുന്നത്. ഗ്ലൗ ബോക്സിൽ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് നമുക്ക് നോക്കാം. ഓക്കെ, ഗ്ലൗ ബോക്സിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. എന്താ പറയുക, കൂൾഡ് ഗ്ലൗ ബോക്സ്, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. എയർ എത്രത്തോളം ഉള്ളിലോട്ട് കടക്കണം എന്നുള്ള രീതിക്ക് സെറ്റ് ചെയ്യാം. നീറ്റായിട്ടുണ്ട് ഓരോ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയൊക്കെ നന്നായിട്ടുണ്ട്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. സോ ഓവറോൾ ഇങ്ങനെയാണ് ഫ്രണ്ട് റോ ഓഫ് ദ ടിഗ്വാൻ ഓൾ സ്പേസ്. ഓക്കെ, സോ ഈ ഗിയർ ലിവറിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഇവിടെ ചെറിയൊരു സ്പേസിങ് വരുന്നുണ്ട്, കണ്ടില്ലേ. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സ്പേസിംഗ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു മൊബൈൽ പാഡ് വരുന്നുണ്ട്. കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു മൊബൈൽ പാഡാണ്. വയർലെസ് ചാർജിങ് ഓപ്ഷൻ ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു മൊബൈൽ പാഡ് മാത്രം. അതുപോലെ തന്നെ ഈ പോർഷൻ നമുക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് റെസ്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. അതും യൂസ്ഫുൾ ആണ്. ഭയങ്കര സ്പേഷ്യസ് ആണ് കേട്ടോ. ഓരോ കമ്പാർട്ട്മെൻറ്റും ഓരോ സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും. പിന്നീട് വരുന്നത് സീറ്റ്സ് ആണ്. സീറ്റ്സ് കുറച്ച് ഫേം ആയിട്ടുള്ള സീറ്റ്സ് ആണ്. പക്ഷേ കുറച്ച് ഫേം ആണ്, പക്ഷേ വലിയ കംപ്ലയിൻസ് ഒന്നും ഇല്ല കേട്ടോ. കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് സീറ്റ്സ് കൊടുക്കായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ സ്പെഷ്യൽ അഭിപ്രായങ്ങളൊന്നുമില്ല സീറ്റിനെ പറ്റിയിട്ട്. കംഫർട്ടബിളായിട്ട് ഇതിന് യാത്ര ചെയ്യാൻ പറ്റും. ഒരു പൊടിക്ക് ഫേംനെസ് കൂടി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡോർ പാഡ് സെയിം ഡ്രൈവർ സൈഡ് ഡോർ പാഡ് പോലെ വരുന്നുണ്ട്. പിന്നെ
ഓൾ സ്പേസ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്പേസ് ഉള്ള ഒരു വെഹിക്കിളാണ്. കണ്ടില്ലേ, സീറ്റിൻ്റെ അടിയിലൊരു സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. വളരെ കൺവീനിയൻ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, മെയിനായിട്ട് ഇതൊരു റോഡ് ട്രിപ്പിനൊക്കെ പറ്റിയ വെഹിക്കിളാണ്. അത്രയ്ക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഡ്രൈവർ സീറ്റ് സൈഡ് വരുന്നുണ്ടോ നോക്കട്ടെ, ഇല്ല, ഡ്രൈവർ സീറ്റിന് താഴെ വരുന്നില്ല, ഇതിൽ മാത്രമേ വരുന്നുള്ളൂ. ഇതൊക്കെയാണ് ഫ്രണ്ട് റോയിലുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സൺറൂഫ് തുറക്കാനുള്ള ഒരു സ്വിച്ചും നല്ല അടിപൊളി വലിയൊരു പനോരമിക് സൺറൂഫാണ് വരുന്നത്. കണ്ടില്ലേ, ഇഷ്ടം പോലെ ലൈറ്റ് ഉള്ളിൽ കയറും. വാവ്, അടിപൊളി പനോരമിക് സൺറൂഫാണ് വരുന്നത്. നീറ്റായിട്ടുണ്ട് കാണാനായിട്ട്. ഇത്രയും വലിയ വെഹിക്കിളിൻ്റെ ഫുൾ ലെങ്ത്തിന് പറ്റിയ രീതിക്കുള്ള ഒരു പനോരമിക് സൺറൂഫാണ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് സെക്കൻഡ് റോയിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് പെട്ടെന്നൊന്ന് ഓടിച്ച് കാണാം. സെക്കൻഡ് റോ നല്ല അടിപൊളി സ്പേഷ്യസ് ആണ് കേട്ടോ. സ്പേസിനൊന്നും ഒരു കുറവുമില്ല എന്ന് പറഞ്ഞാൽ ഒരു കുറവില്ല. ഡോർ പാഡിൽ ഇങ്ങനെയാണ് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡോർ പാഡാണ്. ചെറിയ ക്രോം ലൈനിങ് പോലെ നമുക്ക് സറൗണ്ട്സ് വരുന്നുണ്ട്. ഓക്കെ, സീറ്റിംഗ് പൊസിഷൻ നല്ല ടോൾ ആയിട്ടുള്ള ഒരു നല്ല ഹൈറ്റ് ഉള്ള ഒരു സീറ്റ്സാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഞാൻ പൊട്ടി വിചാരിച്ചു കഴിക്കാനായിട്ട്. ഞാൻ തെറ്റായിട്ട് ചെയ്തതാണ്. കഴിക്കാനായിട്ട്, അതായത് ഓൺ ദ വേ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. ഞാൻ പറഞ്ഞില്ല, ഇത് ഫാമിലിക്കും റോഡ് ട്രിപ്പിനും ഒക്കെ പറ്റിയ വെഹിക്കിളാണ്. ഇത് ഇവിടെ പ്രസ് ചെയ്തിട്ട് വേണം ഇത് താഴോട്ടും മുകളിലോട്ടും ആക്കാനായിട്ട്. ഫുഡ് കഴിക്കാനൊക്കെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ചെറിയ രീതിക്കുള്ള ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാനും പറ്റും. നല്ല അടിപൊളി സ്പേസ് ഉണ്ട് കേട്ടോ. സ്പേസിന് കുറവൊന്നുമില്ല. സീറ്റ് ബാക്ക് പോക്കറ്റ്സും വരുന്നുണ്ട് ഈ ടേബിളിന്റെ തൊട്ട് താഴെയായിട്ട്. സ്പേസിന് ഒരു രീതിക്കുള്ള കുറവുമില്ല. അടിപൊളി സൺറൂഫ് ഉള്ളത് കാരണം നല്ല ഹെഡ് റൂമും നല്ല കാറ്റും വെളിച്ചവും, അതായത് വെളിച്ചം ഉള്ളിലോട്ട് കയറുന്ന പോലെയുള്ള ഒരു ഫീലാണ് വരുന്നത്. വലിയ കംപ്ലൈൻറ്റ്സ് ഒന്നുമില്ല. ഒരു ചെറിയൊരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ സീറ്റ് കുറച്ചൊരു സ്റ്റിഫ് ആണ് എന്നുള്ള ഒരു പ്രോബ്ലം മാത്രമേ എനിക്ക് ഫീൽ ആവുന്നുള്ളൂ. അതല്ലാതെ വലിയൊരു ഹാൻഡ് റെസ്റ്റാണ് വരുന്നത്. കണ്ടില്ലേ, വലിയൊരു ഹാൻഡ് റെസ്റ്റാണ്. അതിൽ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. പിന്നെ അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സെൻറ്റർ 3 ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ ഒരു ഹെഡ് റെസ്റ്റ് മാത്രം നമുക്ക് ചെറുതായിട്ട് വേറെ രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് അറിഞ്ഞത്. നമുക്കൊന്ന് നോക്കാം. ഇല്ല, നോർമൽ പോലെ തന്നെയാണ്. ഇതൊക്കെയാണ് സെക്കൻഡ് റോയിൽ വരുന്ന കാര്യങ്ങൾ. സെക്കൻഡ് റോയിൽ നമുക്ക് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ ഡുവൽ ക്ലൈമറ്റ് കൺട്രോൾ ഓപ്ഷനാണ് വരുന്നത്. എങ്ങനെയാണ് ക്യാബിൻ കാണുന്നത് കേട്ടോ. ഒരു ഫുൾ വ്യൂ നിങ്ങൾ കണ്ടോളൂ. ക്യാബിൻ നല്ല അടിപൊളി ബ്ലാക്ക് സ്പോർട്ടി ആയിട്ട് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ്. 2 AC വെൻസ് ഇവിടെ വരുന്നുണ്ട്. ചാർജിങ് പോർട്ട്, ഒരു 12 വോൾട്ട് സോക്കറ്റ്, ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുമാണ് വരുന്നത്. പക്ഷെ അതെന്താ വർക്ക് ചെയ്യാത്തതെന്ന് അറിയുന്നില്ല. ഫ്രണ്ടിൽ വല്ല കൺട്രോൾസ് ഉണ്ടാവും. സോ സെക്കൻഡ് റോ, ടിഗ്വാൻ്റെ സെക്കൻഡ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ഉണ്ട്. 3 ആൾക്ക് ഡീസൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. സീറ്റ്സ് കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ, കുറച്ചൊരു സ്റ്റിഫാണ്. ഒരു പൊടിക്ക് കൂടെ സോഫ്റ്റ് ആക്കായിരുന്നു. കാരണം ഇതൊരു പ്ലഷ് ആയിട്ടുള്ള ഒരു പ്രീമിയം SUV ആണ്, അല്ലാതെ ഒരു ഓഫ് റോഡിങ്ങോ അങ്ങനെയുള്ള ഒരു SUV ഒന്നും അല്ല. സോ ആ പോയിന്റിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് പ്ലഷ് ആക്കായിരുന്നു സീറ്റ്സ് എന്ന് മാത്രമാണ് എൻ്റെ ഒരു അഭിപ്രായം. ഡീസൻ്റ് ആയിട്ടുള്ള സ്പേസ് വരുന്നുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. തേർഡ് റോ സ്പേസിങ് കാണുമ്പോൾ തന്നെ ഉള്ളിലോട്ട് കയറാൻ തോന്നുന്നില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഈ ലിവറും വെച്ചിട്ടാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. ഇത്രയും സ്പേസ് ആണുള്ളത് പുറകിലോട്ട് പോകാനായിട്ട്. എൻ്റെ സൈസിൽ പുറകിലോട്ട് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇത് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒന്നും പറ്റില്ല. എൻ്റെ സൈസിലുള്ള ഒരാളോ അല്ലെങ്കിൽ കുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഈ 2 സീറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടിഗ്വാൻ ഓൾ സ്പേസിൽ പ്രൊവൈഡ് ചെയ്യണ്ടായിരുന്നു എന്നാണ് അഭിപ്രായം. ലെഗ് റൂം ഇല്ല എന്നല്ല, ലെഗ് വെച്ചിട്ട് അഡൽസിന്, അതായത് വലിയ ആളുകൾക്ക് കാല് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് ക്ലോസ് ചെയ്യാൻ തന്നെ പറ്റില്ല. ഇനി സീറ്റ് എത്ര ഫ്രണ്ടിലേക്ക് ആക്കിയാലും ഇവിടെ ഇരിക്കാനുള്ള ഒരു രീതിയിലുള്ള ഓപ്ഷൻസും ഇല്ല. സോ ഇവിടെ 2 ചെറിയ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. പിന്നെ അതല്ലാതെ ഇവിടെ വലുതായിട്ട് വേറെ ഒന്നും ഇല്ല.
സീറ്റ് വളരെ ലോ ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് കാലൊക്കെ അത് ഇങ്ങനെ ഇത്ര പൊക്കിയിട്ട് അപ്രൈറ്റ് ആയിട്ട് ഭയങ്കര ടൈറ്റ് ആയിട്ട് വെക്കേണ്ടി വരും. സോ ടിഗ്വാൻ ഓൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് 2 റോ അടിപൊളിയാണ്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. പക്ഷെ ബാക്ക് റോയില് ഒരുപാട് കംപ്ലൈൻറ്റ് ഒരുപാടുണ്ടെന്നല്ല, കംപ്ലൈൻറ്റ് മാത്രമേ എനിക്കുള്ളൂ. ഇവിടെ ഈ റോ യൂസബിൾ അല്ല. ബെസ്റ്റ് ഓപ്ഷൻ എന്താണെന്നറിയോ? ബാക്ക് റോ ഫോൾഡ് ചെയ്തിട്ട് വലിയൊരു ബൂട്ടായിട്ട് ടിഗ്വാൻ ഓൾ സ്പേസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഇതിൻ്റെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തന്നു. ഈ സീറ്റ് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ പുറകുന്ന് കാണിച്ചു തന്നു. ഇൻറ്റീരിയർ മൊത്തത്തിൽ കവർ ചെയ്തു. ഇനി വെഹിക്കിൾ ഒന്ന് ഡ്രൈവ് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഹലോ, നമ്മളപ്പോൾ ഫൈനലി ടിഗ്വാൻ ഓൾ സ്പേസ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുംബൈയിൽ നിന്ന് പൂനെ എക്സ്പ്രസ് ഹൈവേയിലാണ് ഓടിക്കുന്നത്. ഇതൊരു 6 ലൈൻ ഹൈവേ ആണ്, കണ്ടില്ലേ? ഇതെന്തുകൊണ്ട് നമ്മളിപ്പോൾ ഈ ഒരു റോഡിൽ വന്ന് ഓടിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടിഗ്വാൻ ഓൾ സ്പേസ് ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രീമിയം പ്ലഷ് SUV ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ഡ്രൈവിന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു SUV ആണ്. ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക, നമുക്ക് വേറെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സോ റോഡ് ട്രിപ്പ് അല്ലെങ്കിൽ ലോങ് ഡ്രൈവിന് പറ്റിയ ഒരു പ്രോപ്പർ SUV ആണ്. ടിഗ്വാൻ ഓൾ സ്പേസിൽ ഓൾ വീൽ ഡ്രൈവാണ് വരുന്നത്. പക്ഷേ ഓൾ വീൽ ഡ്രൈവ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ വെഹിക്കിൾ എടുത്തിട്ട് ഓഫ് റോഡ് പ്രോപ്പറായിട്ട് ഓടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ടിഗ്വാൻ ഓൾ സ്പേസ് വീണ്ടും ഒരു പ്രോപ്പർ പ്രീമിയം പ്ലഷ് SUV ആണ്. സോ നമ്മളിപ്പോൾ അടിപൊളിയായിട്ട് ഉള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേയിൽ. ഇതൊരു 3 ലൈൻ ഹൈവേ ആണ്, വളരെ സൂക്ഷിച്ച് ഓടിക്കണം. സോ ടിഗ്വാൻ്റെ ഓൾ സ്പേസിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 200 mm ആണ്. 200 mm എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഒരു വിസിബിലിറ്റി വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഡ്രൈവർ സീറ്റൊക്കെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയത് കാരണം നമുക്ക് നമ്മളുടെ ഒരു സെറ്റിങ്സിനനുസരിച്ച് പ്രോപ്പറായിട്ട് വയ്ക്കാൻ പറ്റും. ഒരു നല്ലൊരു കാര്യം എനിക്ക് ഫീൽ ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടിഗ്വാൻ ഓൾ സ്പേസ് ഓടിക്കുമ്പോൾ നമുക്ക് ഈ വെഹിക്കിളിൻ്റെ പ്രൊപ്പോർഷൻസ് കുറച്ച് വലുതാണെങ്കിൽ പോലും അത്ര വലിയൊരു വെഹിക്കിൾ ഓടിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ആവുന്നില്ല. ഒരു ചെറിയൊരു വെഹിക്കിൾ ഓടിക്കുന്നത് പോലെ നമുക്ക് അത്രയുള്ളൊരു എഫേർട്ടേ വരുന്നുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫോർച്യൂണറോ അല്ലെങ്കിൽ ഒരു എൻഡവറോ ഓടിക്കുന്ന അത്ര സൈസ് ഇല്ല, ഒന്നാമത്തെ കാര്യം. എന്നാൽ പോലും ഈ ഒരു പ്രൊപ്പോർഷനിലുള്ള ഒരു വെഹിക്കിൾ ഓടിക്കുന്ന അത്രയും ഒരു ഇത് തോന്നുന്നില്ല. വളരെ സിമ്പിളായിട്ട് സിറ്റി ഡ്രൈവിങ്ങിനാണെങ്കിലും വളരെ സിമ്പിളായിട്ട് ഓടിക്കാൻ പറ്റും. അതാണ് വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നത് കാരണം ഇത്രയും വലിയ പ്രൊപ്പോർഷൻ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആയത് കാരണം സിറ്റി ഡ്രൈവിങ്ങിന് കുറച്ച് എളുപ്പമായിരിക്കും. സോ നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണല്ലോ വരുന്നത്. ഇതിൽ വരുന്ന പെട്രോൾ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലിറ്റർ ടെർബോ ചാർജ്ഡ് TSI പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 190 bhp പവർ. ആഹാ, നല്ലൊരു ടണൽ. സോ 190 bhp പവറും അതുപോലെ തന്നെ 320 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കോ വരുന്നത്. ടണലിൽ വളരെ സൂക്ഷിച്ച് വേണം വണ്ടി ഓടിക്കാൻ. ഇത് അത്യാവശ്യം വലിയൊരു ടണലാണ്. സോ നമുക്ക് എല്ലാ ക്രിയേച്ചർ കംഫർട്ട്സും ഉണ്ട്. അതായത് ഓട്ടോ ഹെഡ് ലാംപ്സ്, അതുപോലെ തന്നെ ഓട്ടോ വൈപ്പേഴ്സ്, അതുപോലെ തന്നെ ഒരു ലെയിൻ അസിസ്റ്റ് സിസ്റ്റം വരുന്നുണ്ട് ഇതിൽ. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ഓട്ടോമാറ്റിക് ബ്രേക്കിങ്ങിൻ്റെ ഒരു ഓപ്ഷനും കൂടെ എനിക്ക് ഫീലായി. അതായത് ചെറിയ രീതിക്ക് പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ആക്ടിവേറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആയത്. സോ അതിനൊക്കെ ഉള്ള സെൻസേഴ്സ് വരുന്നുണ്ട്. അതൊക്കെ ഈ ഒരു ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. എസ്പെഷ്യലി വോൾവോയിൽ വരുന്ന രീതിക്കുള്ള ഫീച്ചേഴ്സാണ് ടിഗ്വാൻ ഓൾ സ്പേസിൽ വരുന്നത്. സോ നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിപ്പോൾ നോർമൽ ഇക്കോ മോഡിൽ ഇട്ടിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഒരു ചെറിയൊരു ഫീഡ്ബാക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 190 നല്ല അടിപൊളി സീനറിയാണ്, കണ്ടില്ലേ? ഈ മുംബൈ പൂനെ എക്സ്പ്രസ് വേയിൽ ഓടിക്കുമ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള സീനറിയാണ് അടിപൊളിയായിരിക്കുക. ഒരുപാട് ലൊക്കേഷൻസ് വരുന്നുണ്ട്. ചെറിയ ഫുള്ള് മലകൾക്കിടയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ട്രാവൽ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രാവൽ ചെയ്യണം. അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അടിപൊളി ഒരു ഡ്രൈവായിരിക്കും. കുറച്ച് സൂക്ഷിച്ച് ഓടിക്കണം. എല്ലാ വണ്ടികളും അത്യാവശ്യം നല്ല സ്പീഡിൽ വരുന്ന ഒരു റോഡായത് കാരണം. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടിഗ്വാൻ ഓൾ സ്പേസിൻ്റെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഇക്കോ മോഡിൽ ഇട്ടിട്ടാണ്. ഇക്കോ മോഡിൽ ഇട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രൈവാണ്. മറ്റേ സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് ഒക്കെ കുറച്ച് ഞാൻ സ്റ്റിയറിങ്ങിൻ്റെ കാര്യം ഞാൻ പറയാം. അതിന് മുമ്പായിട്ട് ഈ ഗിയർ ചേഞ്ചൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടാണ് നടക്കുന്നത്. പക്ഷേ നമ്മൾ ഈ മോഡ് നമ്മൾ സെലക്ട് ചെയ്യാം. ഈ മോഡ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് നോർമൽ മോഡുണ്ട്, സ്പോർട്ട് മോഡുണ്ട്. നോർമലിൽ നമ്മൾ സ്പോർട്ട് മോഡ് സെലക്ട് ചെയ്യും. സ്പോർട്ട് മോഡ് സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്പ്ലേയിൽ നമുക്ക് S5 എന്ന് പറയും. സ്പോർട്ട് മോഡ് സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് എന്താ പറയുക, എഞ്ചിൻ്റെ ഗിയർ ഷിഫ്റ്റ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ആവുന്നത്, ഹയർ RPM പോയിട്ട്. അതുപോലെ തന്നെ
ത്രോട്ടിൽ ഇൻപുട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. പക്ഷേ അപ്പോഴും ഒരു വലിയൊരു ഫാക്ടർ മിസ്സിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ടിഗ്വാൻ ഓൾ സ്പേസ് ഓടിക്കുമ്പോൾ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസലിൽ വരുന്ന ആ ഒരു ടോർക്ക് അല്ലെങ്കിൽ ആ ഒരു പുള്ളിങ് പവർ. ഡീസൽ എൻജിൻസിൽ പൊതുവേ ടോർക്ക് കുറച്ച് കൂടുതലായിരിക്കും. ടോർക്ക് കൂടുതലാവുമ്പോൾ നല്ല ഒരു പുള്ളിങ് പവർ വരും നമുക്ക്. ഓരോ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ നിർത്തിയിട്ട് അവിടെ നിന്ന് എടുക്കുമ്പോഴാണെങ്കിലും ഒരു ആ ടോർക്ക് കാരണം നല്ല ഒരു അടിപൊളി ഒരു ഫീഡ്ബാക്ക്, അതായത് ഒരു പുള്ളിങ് പവർ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും. അത് ടിഗ്വാൻ ഓൾ സ്പേസിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഹോണസ്റ്റ് ഫീഡ്ബാക്ക്. ഫോക്സ് വാഗൻ ഒരിക്കലും ഡീസൽ എൻജിൻസ് നിർത്താൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ വലിയൊരു ഫീഡ്ബാക്ക്. ഫോക്സ് വാഗൻ മാത്രമല്ല, ഫോക്സ് വാഗൻ, സ്കോഡ, വോൾവോ ഇവരൊക്കെ ഡീസൽ എൻജിൻസ് നിർത്തി. ഡീസൽ എൻജിൻസ് BS6 ആക്കാനായിട്ട് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വേണം. അതുമല്ലാതെ അതിൽ കുറച്ച് നൂലാമാലകളും തലവേദനകളും ഉണ്ട്. പക്ഷേ ഒരിക്കലും ഡീസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേകിച്ച് വലിയ SUVസിൽ ഡീസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജോയാണ് വണ്ടി ഓടിക്കാൻ. കാരണം അതിൻ്റെ ടോർക്കാണ് നമുക്ക് ഏറ്റവും അധികം എൻജോയ് ചെയ്യാൻ പറ്റുക. അത് ലോങ് ഡ്രൈവിലാണെന്നുണ്ടെങ്കിലും ശരി, ഇനിയിപ്പോൾ നമ്മൾ ചെറിയ രീതിക്കുള്ള സിറ്റി റൺസിനാണെന്നുണ്ടെങ്കിലും ശരി, ആ ഒരു ബൾക്കിനെസ് തോന്നും വെഹിക്കിൾ ഓടിക്കുമ്പോൾ തന്നെ. സോ ടിഗ്വാൻ മെയിൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിഗ്വാൻ ഓടിക്കുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീലാണ് വരുന്നത്. ഇത്രയും വലിയ വെഹിക്കിളാണെന്ന് തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം, ടോർക്ക് നമുക്ക് ആ ഒരു പുള്ളിങ് പവർ വരുന്നില്ല. പെട്രോൾ എഞ്ചിൻ്റെ ഒരു പവർ വരുന്നുണ്ട്, പക്ഷെ ആ ടോർക്കിൻ്റെ ഒരു പുള്ളിങ് പവർ മിസ്സിംഗ് ആണ്. 320 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്ക് ഉണ്ട്. ഒരു അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു പവറാണ്. അതായത് ആവശ്യമുള്ളത്ര ഒരു പവറും ആവശ്യമുള്ളത്ര ഒരു ടോർക്കും മാത്രമേ ഉള്ളൂ. അതല്ലാതെ വലിയൊരു പെർഫോമൻസ് എന്ന് പറയാനായിട്ടൊന്നുമില്ല ടിഗ്വാൻ ഓൾ സ്പേസിന്റെ കാര്യത്തിൽ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി, അതുപോലെ തന്നെ ഫിറ്റ് ആൻഡ് ഫിനിഷ്, അതൊക്കെ ഫോക്സ് വാഗൻ ലെവലാണ്. പക്ഷേ ഫോക്സ് വാഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇപ്പോൾ പോളോ അല്ലെങ്കിൽ വെൻഡോ ഒക്കെ ഓടിക്കുമ്പോൾ എപ്പോഴും, അതായത് നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റും. കാരണം സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക്, അതുപോലെ തന്നെ പവർ, അതുപോലെ തന്നെ ടോർക്ക്, ഈ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഫോക്സ് വാഗൻ്റെ എൻജിൻസിൽ. പക്ഷേ ടിഗ്വാൻ ഓൾ സ്പേസിലോട്ട് വരുമ്പോൾ കൂടുതലും കംഫേർട്ട് അതുപോലെ തന്നെ സ്പേസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് 2 റോയിലുള്ള സ്പേസ്, 3rd റോയിലുള്ള സ്പേസിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഫസ്റ്റ് 2 റോയിലുള്ള സ്പേസും അതുപോലെ തന്നെ കംഫേർട്ടും, ഇതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ടിഗ്വാൻ ഓൾ സ്പേസിൽ. ഡ്രൈവിംഗ് ഡൈനാമിക്സ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് പെർഫോമൻസിലോട്ട് വരുമ്പോൾ ഞാനിപ്പോൾ സ്പോർട്ട് മോഡിലായിട്ട് ഓടിക്കുന്നത്. ചെറിയ രീതിക്ക് ത്രോട്ടിൽ ഇൻപുട്സും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് ഞാൻ പറഞ്ഞില്ലേ, ഹൈ സ്പീഡിൽ പോകുമ്പോഴും സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് വളരെ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് തോന്നുന്നത്. സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് കുറച്ചുകൂടെ ബെറ്റർ ആവണമായിരുന്നു. കുറച്ച് സ്റ്റിയറിംഗ് ഹെവി ആവണമായിരുന്നു നമ്മളൊരു 3 ഡിജിറ്റ് സ്പീഡിലൊക്കെ ഓടിക്കുമ്പോൾ. അതില്ലാതെ ഒരു നോർമൽ സ്റ്റിയറിംഗ് ഫീഡ്ബാക്കാണ് എനിക്ക് കിട്ടുന്നത്. വളരെ ചെറിയൊരു കാറ് ഓടിക്കുന്നത് പോലെ ഓടിച്ചു പോകാൻ പറ്റും. 145 കിലോമീറ്ററിലാണ് പോകുന്നത്. ബെസ്റ്റ് പാർട്ട് എന്താണെന്നറിയോ? 3 ഡിജിറ്റ് സ്പീഡ്, അതായത് 150 ആയിക്കോട്ടെ 160 ആയിക്കോട്ടെ. ഇപ്പോൾ ഈ ഹൈവേയിലൊക്കെ നമ്മൾ 180 വരെയൊക്കെ വരുമ്പോഴും റോഡിൽ പ്ലാന്റഡ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇത്രയും ഹൈറ്റ് ആയിട്ടുള്ള ഒരു SUV ആണെങ്കിൽ പോലും റോഡിനോട് ചേർന്ന് കിടക്കുന്ന, അതായത് ഒരു നല്ലൊരു കോൺഫിഡൻസ് വരുന്നുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ. അതുപോലെ തന്നെ ബ്രേക്ക് ചെയ്യുമ്പോഴും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട്. ഓക്കെ, 4000 RPM-ലാണ്. പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് കേട്ടോ. പാഡിൽ ഷിഫ്റ്റേഴ്സ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, പാഡിൽ ഷിഫ്റ്റേഴ്സിന്റെ ഈ പാഡിൽസ് വളരെ ചെറുതായി എന്നുള്ളൊരു ഫീഡ്ബാക്കാണ് എനിക്കുള്ളത്. കണ്ടില്ലേ, ഇത്രയും സ്പീഡിൽ പോകുമ്പോഴും നമുക്ക് നല്ല കോൺഫിഡൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു രീതിയിലുള്ള ഹിക്കപ്സും വരുന്നില്ല. ബ്രേക്കിംഗ് ആണെന്നുണ്ടെങ്കിലും അതല്ല, നമ്മളിപ്പോൾ ഹൈ സ്പീഡായിട്ട് നമ്മൾ ജസ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ടേൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു രീതിയിലുള്ള ഒരു കോൺഫിഡൻസിൽ കുറവ് വരുന്നില്ല. ഒരൊറ്റൊരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗിൻ്റെ ഫീഡ്ബാക്ക് ശരിക്കും ഫോക്സ് വാഗൻ ലെവൽ വരണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് വന്നിട്ടില്ല. സ്റ്റിയറിംഗ് ഉണ്ട്, കുറച്ച് ലൈറ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഒന്നാമത് സ്റ്റിയറിംഗിന്റെ സൈസ് വെഹിക്കിളിന്റെ സൈസിന് പ്രൊപ്പോർഷനേറ്റ് അല്ല എന്നുള്ളൊരു ചെറിയ ഫീഡ്ബാക്ക് ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക്, അതായത് സ്റ്റിയറിംഗ് എന്താ പറയുക, ലോ സ്പീഡിൽ വരുന്ന ഒരു ഫീഡ്ബാക്ക് തന്നെയാണ് ഹൈ സ്പീഡിലും വരുന്നത്. അത്ര ഒരു വ്യത്യാസമില്ല. പക്ഷേ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ, ജസ്റ്റ് ഒന്ന് നോക്കാം. സ്പോർട്ട് മോഡിൽ സെറ്റിംഗ്സ് അവൈലബിൾ ആണ്, നമുക്കത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. അതുപോലെ തന്നെ ഫ്യൂൽ എഫിഷ്യൻസി ഫിഗേഴ്സ് കുഴപ്പമില്ല, ഹൈവേയിൽ ഓടിക്കുമ്പോൾ ഡീസൻ്റ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ എന്നാലും പെട്രോളിൻ്റെ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം എന്താ പറയുക,
ഒരു ആവറേജ് ഹൈവേ ഡ്രൈവിങ്ങിലൊക്കെ നമുക്ക് ഏകദേശം ഒരു 14-15 റേഞ്ചൊക്കെ വരുന്നുണ്ട്. സിറ്റി ഡ്രൈവിങ്ങിലാണെങ്കിൽ കുറച്ച് ഡ്രോപ്പ് ആവും, ഒരു 9 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 10 കിലോമീറ്റേഴ്സേ വരുന്നുള്ളൂ. സോ നമുക്ക് മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പോർട്ട് മോഡ് വരും, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ മോഡിലിടാം. ഇൻഡിവിജ്വൽ മോഡിലിട്ടിട്ട് ചേഞ്ച് ഓപ്ഷൻ കണ്ടില്ലേ, ഇവിടെ ചേഞ്ച് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് സ്പോർട്ട് ആക്കാൻ പറ്റും. സ്റ്റിയറിംഗ് സ്പോർട്ട് ആക്കിയിട്ട് ഇപ്പോൾ നമ്മൾ നോക്കാം എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത്. സ്റ്റിയറിംഗ് സ്പോർട്ട് ആക്കുമ്പോൾ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ളൊരു ഡിഫറൻസ് ഉള്ള പോലെ തോന്നുന്നു. സ്റ്റിയറിംഗ് ചെറുതായിട്ടൊന്ന് ഹെവി ആവുന്നത് പോലെ, അല്ലാതെ ഒരു മേജർ ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഓവറോൾ വെഹിക്കിൾ നല്ല അടിപൊളിയായിട്ടുള്ള വെഹിക്കിളാണ് കേട്ടോ. കാരണം ഇത്രയും പ്രീമിയംനെസ് തോന്നിക്കുന്ന ഒരു വെഹിക്കിൾ ഈ ഒരു കാറ്റഗറിയിൽ ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കോഡ കോഡിയാക്കിനെക്കാളും കുറച്ചുകൂടെ ലുക്ക് വൈസ് ആണെന്നുണ്ടെങ്കിലും ഫീലിലാണെന്നുണ്ടെങ്കിലും ഇത് കുറച്ചുകൂടെ ബെറ്റർ ആണ് എന്ന് തോന്നുന്നു. 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഓഫ് റോഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്താ പറയുക, ജസ്റ്റ് ഒരു ക്ലിപ്പ് ഞാൻ ഇട്ട് കാണിച്ചു തരാം. അതായത് ജസ്റ്റ് ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് കാരണം നമുക്ക് റഫ് പാച്ച് ഓഫ് റോഡിലും ഓടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞങ്ങൾ ഇന്നലെ ഡിവൈഡറിൽ ഒരു ഫ്രീ റോഡ്, ഒരു ക്ലോസ്ഡ് റോഡ് കിട്ടിയപ്പോൾ ചെറുതായിട്ടൊന്ന് ഡിവൈഡറിന്റെ മേലെ കയറ്റി ഓടിച്ചു നോക്കി. ജസ്റ്റ് ഒരു വെറുതെ വെഹിക്കിളിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസും അതിന്റെ ഒരു കാപ്പബിലിറ്റിയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഒരു വെഹിക്കിൾ കണ്ടില്ലേ, ബ്രേക്ക് ഡൗൺ ആയിട്ട് കൊണ്ടുപോകണം. സോ ടിഗ്വാൻ ഓൾ സ്പേസ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള SUV ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ. പക്ഷെ ഡ്രൈവിംഗ് കാര്യത്തിൽ ഒരു അത്രത്തോളം എക്സൈറ്റിംഗ് അല്ല. പക്ഷെ എന്നാലും നമുക്ക് നോർമൽ ഒരു ഫാമിലി യൂസിന് പക്ക പ്രോപ്പർ പറ്റിയ ഒരു SUV ആണ് കേട്ടോ. ഫാമിലി യൂസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പ്ലഷ് ആയിട്ടുള്ള പ്രീമിയം ആയിട്ടുള്ള SUV ആണ്. നല്ല കാണാൻ നല്ല പ്രൗഡി ഉണ്ട്, ഭയങ്കര പ്രീമിയംനെസ് തോന്നിക്കുന്ന ഒരു SUV ആണ്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഡ്രൈവിംഗ് കംഫർട്ടും ഫീച്ചേഴ്സും എല്ലാം വരുന്നുണ്ട്. പക്ഷേ ഡൈനാമിക് ആയിട്ടുള്ള ഒരു പോളോന്റെ ലെവലുള്ള പെർഫോമൻസ്, അതല്ലെങ്കിൽ ഒരു വെൻഡോയിൽ കിട്ടുന്ന രീതിക്കുള്ള ഒരു പെർഫോമൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയും. പക്ഷേ ഓവറോൾ ഇതൊക്കെയാണ് ടിഗ്വാൻ ഓൾ സ്പേസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ സ്റ്റിയറിംഗിൽ തന്നെ ഇഷ്ടംപോലെ കൺട്രോൾസ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസിൽ തന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് മാറും. ഓപ്ഷൻസ് കണ്ടില്ലേ, റേഞ്ച് കാണിക്കും. അതുപോലെ തന്നെ ലെയിൻ അസിസ്റ്റ് ഡീആക്ടിവേറ്റഡ് എന്നാണ് കാണിക്കുന്നത്. അതിപ്പോൾ എങ്ങനെയാണ് ഓൺ ചെയ്യുക എന്നുള്ളത് ഞാൻ നോക്കുന്നത്. ഓക്കെ, നാവിഗേഷൻ ഓപ്ഷൻ, എല്ലാം നാവിഗേഷനും കാര്യങ്ങളൊക്കെ ഈ സെൻട്രൽ MMID ഡിസ്പ്ലേയിൽ തന്നെ വരും. ഡിസ്പ്ലേ നീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഇൻഫർമേഷൻസ് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ്, തരുന്ന ഒരു ഡിസ്പ്ലേ ആണ്. ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്, പക്ഷേ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഫോക്സ്വാഗന്റെ ഭാഗത്തുനിന്ന്. ഓക്കെ, വെഹിക്കിൾ കയറി പോകുന്നുണ്ട് കേട്ടോ. കയറി പോകുന്നില്ല എന്നോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. 4th ഗിയർ 5th ഗിയർ ഓട്ടോമാറ്റിക് ആയിട്ട്. ഈ ഗിയർ ബോക്സ് ആണ് അടിപൊളിയായിട്ട് ഷിഫ്റ്റ്സ് നടക്കുന്നുണ്ട്. പെട്രോൾ എഞ്ചിനാണ്, പക്ഷേ ഗിയർ ബോക്സിന്റെ ഷിഫ്റ്റ്സ് സൂപ്പർബ് ആയിട്ടുണ്ട്. ഇതൊരു ഡീസൽ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഹെവി ആയിട്ട് നമുക്കുള്ളൊരു ഇത് തോന്നും. അതേപോലെ തന്നെ ഒരു മീറ്റി പെർഫോമൻസ് കിട്ടും ആ ടോർക്കുള്ളത് കാരണം. അത് മാത്രമാണ് എനിക്കുള്ളൊരു വ്യത്യാസം. പിന്നെ ഒബ്വിയസ്ലി ഡീസൽ എഞ്ചിൻ ആകുമ്പോൾ വെയിറ്റിൽ കുറച്ചുകൂടെ ഒരു വ്യത്യാസം വരും. അപ്പോൾ ഫീഡ്ബാക്ക് കുറച്ച് ബെറ്റർ ആയിരിക്കുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, റൈറ്റ് ലെയിൻ എപ്പോഴും ഫാസ്റ്റ് ലൈൻ ആണ്. പ്രത്യേകിച്ച് ഈ കണ്ടെയ്നർമാരും ലോറികളും ഒക്കെ ഈ റൈറ്റ് ലൈനിൽ വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഈ ടാക്സിക്കാരനൊക്കെ ഇവിടെ വന്നിട്ട് സ്ലോ ആക്കും. ഇവനെയൊക്കെ വെടിവെച്ച് കൊല്ലണം. ഇപ്പം നമ്മൾ മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേൻ്റെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കേർവിലാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതൊരു മല നമ്മൾ ചുറ്റിക്കറങ്ങുകയാണ്, അപ്പോൾ റോഡ് കുറച്ച് മഴക്കാലത്തൊക്കെ വളരെ സ്ലിപ്പറി ആയിട്ടുള്ളൊരു റോഡാണിത്. അതുപോലെ തന്നെ വളരെ സൂക്ഷിച്ച് ഓടിക്കണം. സോ ടിഗ്വാൻ ഓൾ സ്പേസ് എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടു. ഈ ഒരു 2-3 ഫീഡ്ബാക്ക് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഓൾ വീൽ ഡ്രൈവ് വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഓൾ വീൽ ഡ്രൈവ് വെച്ചിട്ട് ഈ ഒരു പ്രീമിയം SUVയിൽ എന്താണെങ്കിലും നമ്മൾ വേറെ ഓഫ് റോഡ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വെച്ചിട്ട് ചെറിയ രീതിക്കുള്ള റഫ് പാച്ച് ഓഫ് റോഡിലോ, അതല്ലെങ്കിൽ നിങ്ങളൊരു റോഡ് ട്രിപ്പ് പോകുമ്പോൾ ചിലപ്പോൾ റോഡ് കുറച്ച് മോശമായിട്ട് നിങ്ങൾ ചിലപ്പോൾ എസ്റ്റേറ്റുകളിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിലും ഓഫ് കോഴ്സ് അത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ വലിയ രീതിക്ക് ഓൾ വീൽ ഡ്രൈവ് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു SUV അല്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ സെറ്റപ്പും വളരെ പ്ലഷ് ആയിട്ടുള്ളൊരു സസ്പെൻഷൻ സെറ്റപ്പാണ്. അല്ലാതെ ഒരു SUV എന്ന് പറയുന്ന ഒരു ഇതല്ല, ഒരു പ്ലാന്റഡ് ആയിട്ടുള്ള ഒരു ഫീലാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ സ്കോഡ കോഡിയാക്ക് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ഇത് തന്നെയാണ്. ഇതൊക്കെ ഒരേ ഫാമിലിയാണ്, നമുക്കറിയാലോ. ഫോക്സ്വാഗൻ ഫാമിലിയിൽ തന്നെയാണ് സ്കോഡ കോഡിയാക്കും ഈ ഒരു ടിഗ്വാൻ ഓൾ സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ടിഗ്വാൻ ഓൾ സ്പേസിൽ ഞാൻ ഫൈനലി ലെയിൻ അസിസ്റ്റ് ഓൺ ചെയ്തിരിക്കുകയാണ്. ലെയിൻ അസിസ്റ്റ് ഓൺ ചെയ്യുമ്പോൾ എന്താണ് മെയിൻ വ്യത്യാസം എന്ന് നമുക്കൊന്ന് നോക്കാം.
ലെയിൻ അസിസ്റ്റ് നമുക്ക് ഓപ്ഷൻസിലൂടെ ഈ ഒരു സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസിലൂടെയാണ് ഓൺ ചെയ്തത്. ലെയിൻ അസിസ്റ്റ് വരുമ്പോൾ നമുക്ക് ഓക്കെ, ഇവിടെ നമുക്ക് ഗ്രീൻ ലൈറ്റ് വരുന്നുണ്ട്. ലെയിനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ മാറുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ലൈറ്റ് വരികയാണെങ്കിൽ കറക്റ്റ് ലെയിനിലാണ് നമ്മൾ പോകണമെന്ന് അർത്ഥം. നമ്മളിപ്പോൾ ജസ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓക്കെ, ഇതാ സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക് ആയിട്ട് കൺട്രോൾ ആവുന്നുണ്ട്, കണ്ടില്ലേ? ആ കറക്റ്റ് മാർക്കിങ്സ് വേണം, സെയിം ലൈക്ക് വോൾവോയിൽ വരുന്ന രീതിക്കാണ്. ഓക്കെ, കറക്റ്റ് മാർക്കിങ്സ് ഉണ്ടെങ്കിൽ സ്റ്റിയറിംഗ് കറക്റ്റായിട്ട് ലെഫ്റ്റ് റൈറ്റ് മാറുന്നുണ്ട്. ഓക്കെ, ഫൈൻ. സോ ലെയിൻ അസിസ്റ്റ് ഓക്കെയാണ്. സോ ഇപ്പോൾ ലെയിൻ അസിസ്റ്റ് വേണ്ടാത്തത് കാരണം ഞാനൊന്ന് ഓഫ് ചെയ്തോട്ടെ. ഓക്കെ, കിട്ടി. താഴോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെയിൻ അസിസ്റ്റ് മാർക്ക് എടുത്ത് വിടുക. അതുപോലെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, സ്പീഡ് ലിമിറ്റർ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഫ്രണ്ട് അസിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് കിടക്കുന്നുണ്ട്. ഇവിടെ കാണുന്നുണ്ടോ എന്നറിയില്ല. ഫ്രണ്ട് അസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ബ്രേക്കിംഗ് പെട്ടെന്ന് മിസ്സായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് നടക്കും. അതാണ് ഈ ഒരു ഫ്രണ്ട് അസിസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ മാനുവൽ ഇട്ടു, എന്നിട്ട് ഇതിന്റെ ആക്സലറേഷൻ ആണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്, എത്രയാണ് നമുക്ക് വരുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ വെഹിക്കിൾ ഒന്ന് ക്ലിയർ ആയ ശേഷം ബാക്കിൽ ഒരു കണ്ടെയ്നർ വരുന്നുണ്ട്, അത് ക്ലിയർ ആയ ശേഷം നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ലെഫ്റ്റ് ഫൂട്ട് ഓൺ ദ ബ്രേക്ക്, റൈറ്റ് ഫൂട്ട്. ഓക്കെ, 6000 RPM വരെ പോകുന്നുണ്ട് കേട്ടോ. എത്തി. ഓക്കെ, നല്ല പുള്ളിങ് വരുന്നുണ്ട്. മാനുവൽ മോഡിലിട്ട് പാഡിൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ വാവ്, കുറച്ചുകൂടെ ഒരു പെർഫോമൻസ് വരുന്നുണ്ട്. പക്ഷെ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഇത്രയും ചെറിയൊരു പാഡിൽസ് ആയത് കാരണം ഒരു ഫീല് വരുന്നില്ല എന്നുള്ളൊരു ചെറിയൊരു കംപ്ലൈൻറ്റ് മാത്രമേ എനിക്കുള്ളൂ. അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിനൊക്കെ വളരെ നല്ല അടിപൊളി റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനായിട്ടാണ് തോന്നുന്നത്. അതൊക്കെ ഫോക്സ് വാഗൻ ലെവൽ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ആവുന്നുണ്ട്. വേറെ ഒരു രീതിക്കുള്ള കംപ്ലൈൻസും ഇല്ല. വാവ്. ഡൗൺ ഷിഫ്റ്റ്. സോ ടിഗ്വാൻ ഓൾ സ്പേസിന്റെ മാനുവൽ ആക്സലറേഷൻ അടിപൊളിയാണ്, വേറെ കംപ്ലൈൻസ് ഒന്നുമില്ല. പാഡിൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഓടിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് കിട്ടുന്നുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് ടിഗ്വാൻ ഓൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ട്, സ്പേസ്, പ്രീമിയംനെസ്, ഇതൊക്കെയാണ് ടിഗ്വാൻ ഓൾ സ്പേസിന്റെ മെയിൻ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോക്സ് വാഗൻ ടിഗ്വാൻ്റെ എല്ലാ വിശേഷങ്ങളും നമ്മൾ കവർ ചെയ്തു. വെഹിക്കിൾ ഓടിക്കാൻ എങ്ങനെയുണ്ടെന്ന് എല്ലാ വിശേഷങ്ങളും നമ്മൾ കവർ ചെയ്തു. സോ പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഡീസൽ മോട്ടർ ഇല്ലാത്തതും പിന്നെ ഇൻറ്റീരിയറിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് ചെറിയൊരു പ്രോബ്ലംസ്. പക്ഷേ ഓവറോൾ ഭയങ്കര ഒരു മോഹം തോന്നിപ്പിക്കുന്ന ഒരു വെഹിക്കിളാണ് ഫോക്സ് വാഗൻ്റെ ടിഗ്വാൻ. എസ്പെഷ്യലി ഇത് കാണാനായിട്ട് ഭയങ്കര ഒരു റോഡ് പ്രസൻസും ഭയങ്കര പ്രീമിയംനെസ്സും, നമ്മൾ കൊടുക്കുന്ന പൈസയേക്കാളും ഇരട്ടി വിലയുള്ള വെഹിക്കിൾസിന് ഒപ്പം നിൽക്കും ശരിക്കും പറഞ്ഞാൽ റോഡ് പ്രസൻസ് ഒക്കെ. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഫേവറേറ്റ്. പിന്നെ ഉള്ളിൽ ഫസ്റ്റ് റോയിലും സെക്കൻഡ് റോയിലുള്ള സ്പേസും സ്റ്റോറേജ് സ്പേസും ഒക്കെ അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ ലോങ് ഡ്രൈവിനൊക്കെ പറ്റിയൊരു വെഹിക്കിളാണ്. എത്രയും പെട്ടെന്ന് ഇതുമായിട്ട് ഒരു ലോങ് ഡ്രൈവ് പോകാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. സോ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു SUV ആണ്. ഒരു ഡീസൽ മോട്ടോർ ബോർഡ് ഉണ്ടായിരുന്നു എങ്കിൽ കുറച്ചുകൂടെ അല്ല, ഒരു 1000 ടൈംസ് ബെറ്റർ ആയേനെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താഴെ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജസ് കൂടെ ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.